എനിക്കറിയാവുന്ന സോമൻ മ്യൂസിക്കുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. പാട്ട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. ആണോ? പാടുമായിരുന്നു. പാടുമായിരുന്നോ? സന്യാസിനി എന്നൊക്കെ പറഞ്ഞ പാട്ട് മനോഹരമായിട്ട് പാടുമായിരുന്നു. ശരി. അതുപോലെ പുള്ളിക്കാരൻ്റെ ചില സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതൊക്കെ പാടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ മ്യൂസിക് ലവർ വലിയ ഇഷ്ടംപോലെ കേൾക്കുമായിരുന്നു പാട്ട്. ആണല്ലേ? ഓ, ഒരു പുതിയ അറിവ് കേട്ടോ. പുതിയ അറിവാണ്. ഇതുപോലെ പല അറിവുകളും ഞാൻ തരാം. മറ്റൊന്ന്, ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ താല്പര്യമായിരുന്നു. രുചികരം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു ശകലം വ്യത്യാസം വെച്ചാൽ ആ പോക്ക് കേസാണ്. സോമേട്ടൻ പ്യൂർ വെജ് ആയിരുന്നു. പ്യൂർ വെജിറ്റേറിയൻ. വെജാണ്, നോൺ വെജ്. ആ കഥ പറഞ്ഞുതരാം. സോമേട്ടൻ വെജിറ്റേറിയൻ ആണ്. കഥ പറഞ്ഞുതരാം. സോമന്റെ അമ്മ 6 പ്രസവിച്ചു. എല്ലാ കുട്ടികളും മരിച്ചു പോവാണ്. അവസാനം മണ്ണാറശാലയെ കൊണ്ട് ഉരുളി കമത്തി വീട് മുഴുവൻ കൂടെ വെജിറ്റേറിയനായി ഉണ്ടായ സന്തതിയാണ് സോമൻ. അതാണ് ആ വീട് വെജിറ്റേറിയനായി ഫുള്ളായി. ഞങ്ങളറിയുന്ന സോമൻ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇത്രയും കാലം ഞങ്ങൾ വെച്ച് അവസാനമായപ്പോൾ അത് എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയാം. എന്നോടൊരു ദിവസം പറഞ്ഞിടാവേ, ഭയങ്കരമായ കോൺസ്റ്റിപ്പേഷൻ, എനിക്ക് പൈൽസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ വളരെ പേഴ്സണൽ സാധനങ്ങൾ, പേഴ്സണൽ സംഭവങ്ങളാണ്. അതെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിലത് ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ചില നാട്ടുമരുന്നുകളാണ്. നാട്ടുചികിത്സ, നാട്ടുവൈദ്യം. നാട്ടുവൈദ്യം ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ എനിക്കിതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ബലമുണ്ട്. ഞാൻ പറയടാ, നീ ഈ വെജിറ്റേറിയൻ പുറത്ത് നടക്കാതെ ഒരു കാര്യം ചെയ്യുക, മരുന്നാന്ന് വിചാരിക്കുക. ഒരു താറാമുട്ട രാത്രിയിൽ പുഴുകി കല്ലുപ്പിനകത്ത് കുഴിച്ചിടണം. എന്നിട്ട് രാവിലെ ആദ്യം കഴിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് കഴിക്കുക. ഡെയിലി വൈകുന്നേരം ഉള്ളി, ചുവന്നുള്ളി ചെറുതായിട്ട് എറിഞ്ഞ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ അത് വറ്റിച്ചൊരു 1/2 ഗ്ലാസ് ആക്കി, ഉള്ളി കഷായമാണ്. പശുമാരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി പാലൊഴിച്ച് നല്ലപോലെ ബ്രൗണിഷ് ആകുമ്പോൾ ഇളക്കിക്കൊണ്ടിരുന്ന് അത് നല്ലപോലെ ആറിയ ശേഷം ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് കഴിച്ചുകൊണ്ട് കിടക്കാതെ പറഞ്ഞു. ഇത് ഈ പുള്ളിക്കാരനെ കൊണ്ട് ഒന്ന് തീറ്റിക്കാൻ പോയിട്ട് ഒടുക്ക നമ്മള് പറഞ്ഞ് ഇത് പുള്ളി ചെയ്തു. കംപ്ലീറ്റ് മാറിയതുണ്ട്. ഭക്ഷണത്തിന്റെ കൂടെ കാര്യം പറഞ്ഞത് ഇവിടെ ജനാർദ്ദൻ ചേട്ടൻ കൃത്യമായിട്ടൊരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സോമേട്ടനെ കുറിച്ചുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ളത് അല്ലേ? അതെ അതെ. നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നോ അതോ? നിങ്ങളില്ല, ഡാഡി എനിക്ക് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു. കാരണം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കഴിക്കുന്നതാണ് ആരോഗ്യത്തില്. മമ്മി ഒന്നും കഴിക്കത്തില്ല. ഇപ്പം എന്റെ മക്കൾ കഴിക്കുന്നുണ്ട്. ഡാഡി തീർച്ചയായിട്ടും എനിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു. ചെറുപ്പത്തില് ഏതെങ്കിലും ലൊക്കേഷനുകളിൽ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ടോ? ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട്. ഓൾമോസ്റ്റ് ഒരു 6th 7th വരെയൊക്കെ എൻ്റെ സമ്മർ വെക്കേഷനൊക്കെ ഈ ലൊക്കേഷനുകളിലായിരുന്നു. അത് പക്ഷെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് നാട്ടിലെ ഫ്രണ്ട്സിനെ വിട്ട് ലൊക്കേഷനിൽ പോകുന്നുണ്ടല്ലോ. ലൊക്കേഷനിൽ പോകണമായിരുന്നു. കാര്യം സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ അന്ന് പോയിട്ട് ഞാൻ ബോർഡിങ്ങിനായിരുന്നു. അപ്പോൾ വണ്ടി വരും, നമ്മൾ വീട്ടിൽ വരുന്നു. നെക്സ്റ്റ് ഡേ ഒന്നീ മദ്രാസിലോ അല്ലെങ്കിൽ എറണാകുളത്തോ എവിടെ വന്നാലും ലൊക്കേഷനിൽ പോവുക, ഹോട്ടൽ റൂമിൽ ഇരിക്കുക, ഷൂട്ടിംഗ് കാണാൻ പോവുക. അച്ഛനെന്നുള്ള നിലയിലൊരു ഭയങ്കര സ്ട്രിക്റ്റ് മിലിറ്ററി അച്ഛനായിരുന്നോ അതോ കുറച്ച് സ്വാതന്ത്ര്യം തരുന്ന? ഒരിക്കലും അല്ല, സ്ട്രിക്റ്റ് ഒന്നും അങ്ങനെ ഒന്നുമില്ല. ഐ മീൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ഇപ്പോ പറയായിരുന്നു വെജിറ്റേറിയൻ എന്നുള്ള കാര്യം പുതുതായിട്ട് അറിഞ്ഞു. പാട്ട് പാടും എന്ന് ജനാർദ്ദൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത് വീട്ടിൽ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു? വീട്ടിൽ പാടുന്നില്ല, അടി ഫ്രണ്ട്സിന്റെ അടുത്ത് നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പട്ടാളത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള വായന ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? നന്നായിട്ട് വായിക്കുമായിരുന്നു. പീരിയോഡിക്കൽസ് ആണ് കൂടുതലും. എങ്കിൽ പോലും നന്നായിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് റീഡ് ചെയ്യും. എത്ര ലേറ്റ് ആയാലും. ഇപ്പോഴും ഹാളിൽ ഇരിപ്പുണ്ട്. ഉണ്ട്. ലിവിംഗ് റൂമിൽ ഇപ്പോഴും ഒരു അലമാര നിറച്ച പുസ്തകങ്ങളുണ്ട്. സോമേട്ടന്റെ പുസ്തകങ്ങൾ പലപ്പോഴും അത് പൊക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സാജി എന്നാണ്. സജി അല്ലേ? സജി ഔദ്യോഗിക നാമമാണെങ്കിലും സോമേട്ടൻ എടാ എന്ന് നീട്ടി വിളിക്കുന്ന പോലെ സാജി എന്നുള്ള അവിടുത്തെ നമ്മുടെ ലോക്കലൊക്കെ എല്ലാവരും സാജി എന്നാണ് വിളിക്കുന്നത്. സാജി എന്നാണ്
സജി എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ എന്നെ എല്ലാരും വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നു. ഓ അവിടങ്ങളിൽ നമ്മുടെ അടുത്ത്. പുറത്ത് സിനിമയിലൊക്കെ എല്ലാരും സജി സജീവ് തന്നെ ഞാൻ വിളിച്ചു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതില് എന്നെ വിളിക്കുന്ന എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ. സോമേട്ടൻ്റെ കൂടെ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, സജിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഓ അത് എന്താണ് വയലൻസ്, സ്റ്റോപ്പ് വയലൻസ്. ഞാൻ സോമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ സാജിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശരി, രഞ്ജേട്ടൻ അഭിനയിച്ചിട്ടില്ല. രഞ്ജേട്ടൻ അന്ന് മറ്റേ എഴുത്തിന് അഭിനയം തുടങ്ങിയിട്ടില്ലല്ലോ. അതെ, ആ സമയത്ത് നിൽക്കുന്നതാണ്. ഞാൻ സിനിമകളിൽ ഞാനുണ്ട്, ഉണ്ട്. പക്ഷേ സ്ക്രീൻ സ്പേസ് ഷെയർ സ്ക്രീനില്ല, അതാ ഞാൻ പറയാം, പിന്നണിയിലാണ് ഞങ്ങൾ കൊണ്ട് ചെയ്തപ്പോ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ട ഒരു കാര്യം ഇതിനിടയിൽ സിനിമയിൽ ഉപയോഗിച്ചൊരു വാച്ച് കൊണ്ടു കൊടുത്തു. ഇപ്പോഴാണ് കഴിഞ്ഞ വർഷം ഞാനത് സത്യം, ഞാൻ ഒരിക്കലും അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് രഞ്ജി ചേട്ടൻ അത് കൊണ്ടു തന്നപ്പം എന്റെ കയ്യില് ഒരു വാച്ച്, ഞാൻ ഇത് തലസ്ഥാനത്തിന്റെയോ കമ്മീഷണറുടെയോ ആ സമയത്താണ്, കമ്മീഷണറാന്ന് തോന്നുന്നു. ആ കയ്യിൽ ഒരു കറുത്ത റൈഡോ എന്തോ അത് അല്ല, അത് ക്ലാസിക്കിന്റെ ഒരു ക്ലാസിക്കോ അങ്ങനെ ഒരു വാച്ചാണ്. അതൊരു സ്ക്വയർ ബ്ലാക്ക് ഡയലുള്ള, അന്നത്തെ കാലത്തെ വലിയ ഡയലല്ല, ചെറിയ കീശൊക്കെ ഉള്ള അന്നത്തെ കാലത്തെ. അപ്പൊ എന്റെ കയ്യിൽ ഒരു വാച്ച് കൊണ്ട് എടാ അതിങ്ങ് ഉരുത്താ അത് ഉരിയെടുത്തു. ഇത് നീ എടുത്തു, അതുകൊണ്ട് കയ്യിൽ കിടന്ന വാച്ച് എനിക്ക് തന്നു. ഞാനത് സോമേട്ടൻ 97 മരിച്ചിട്ട് ഈ 2022 വരെ 25 വർഷം ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ട് ഞാനത് ക്ലീനൊക്കെ ചെയ്ത് ബാറ്ററിയൊക്കെ ഇട്ട് സാജി കൊണ്ട് കൊടുത്തു കഴിഞ്ഞ വർഷം. ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോരാം, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു. അതേപോലെ 27 28 വർഷം ആവാറെന്ന് പറയാം. 90 എന്റെ കയ്യിൽ തന്നിട്ട് 30 വർഷം, 94 കമ്മീഷണർ. അപ്പൊ 30 വർഷം വാച്ച് തന്നത് ഓടുന്ന അവസ്ഥയില് എന്തൊരു ഓർമ്മകളാണ്. ഞാനത് കെട്ടിയിട്ടില്ല, അന്നും ഞാനത് കെട്ടിയില്ല. എന്റെ കയ്യിൽ കൊണ്ട് കെട്ടി തന്നു, ഞാനത് കൊണ്ടുപോയി അത് അവിടെ ഉരി വെച്ചു. സോമേട്ടൻ തന്നൊരു വാച്ച് ആയതുകൊണ്ട് ഞാനത് തന്നെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു. അതിന്റെ സ്ട്രാപ്പ് പോലും അതുപോലെ തന്നെ ഉണ്ട്. അത് വാഹനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുള്ള ആ കാറുണ്ടല്ലോ അല്ലേ, അതുണ്ട്. അംബാസഡറും ഇല്ലേ, അംബാസഡർ അല്ലേ മാരുതി, അത് ഓൾമോസ്റ്റ് 30 years ആയി. അത് ആ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലേലത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ലേലം ഷൂട്ട് നടക്കുമ്പം അന്ന് ഈ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ അതിൽ ആനക്കാട് ലീപ്പച്ചൻ ഉപയോഗിക്കുന്ന ഒരു ഫോർഡ് കാറാണ്, അന്നത്തെ കാലത്തെ ഒരു ലേറ്റസ്റ്റ് ഫോർഡ് എസ്കോട്ടോ അങ്ങനെ. അപ്പോൾ അത് കണ്ടപ്പോൾ പറഞ്ഞു, എടാ എനിക്ക് ഈ മാരുതി കൊടുത്തിട്ട് ഒരു ഫോർഡ് എസ്കോട്ട് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വാങ്ങിക്കരുതോ, അവൾ സമ്മതിക്കത്തില്ല, നീ അവളെ ഒന്ന് വിളിച്ച് പറ. എന്നിട്ട് ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ഞാൻ ചേട്ടൻ ഇങ്ങനെ ഈ മാരുതി നടക്കുന്നതിന് പകരം ഇച്ചിരി ഒരു വലിയ കാറ് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ചേച്ചി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ സമ്മതിക്കാഞ്ഞിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേച്ചി പറഞ്ഞ് വാങ്ങിച്ചോട്ടെ, ആഗ്രഹമല്ലേ. പക്ഷെ ആഗ്രഹം നടന്നില്ല. പക്ഷെ ആ വണ്ടി നന്നായിട്ടുണ്ട്, കാരണം എന്നെക്കാട്ടി കൂടുതൽ എൻ്റെ മകനാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ. ബ്രൗൺ ഒരു ചോക്ലേറ്റ് കളർ അംബാസഡർ, നെപ്റ്റ്യൂൺ ബ്ലൂ അല്ല ഒരു അംബാസഡർ ഉണ്ടായിരുന്നു 1788. 1788. ഈ ലേലത്തിന്റെ സോമേട്ടനെ കൊല്ലുന്ന സീക്വൻസ് ഉണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യൽ മഴ വെച്ചിട്ടൊക്കെയാണോ, ഭയങ്കര സംഭവം. നമ്മള് ഡേ ഫോർ നൈറ്റ് ആണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സോമേട്ടനാണെങ്കിൽ ആ സമയത്ത് ഈ അസുഖത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തണുത്ത് വിറങ്ങലിച്ച് ബസ്സിനകത്താണ് ഇരിക്കുന്നത് പുള്ളി. അപ്പോൾ ഞാനും സുബേറും കൂടെ വന്ന് പുള്ളിയോട് സംസാരിക്കുന്നു. അപ്പോൾ പുള്ളി എന്തിയാടാ അങ്ങനെ വണ്ടി എവിടെയാടാ അവരോട് ചോദിച്ചിട്ട് ഇങ്ങനെ വാ കൊണ്ടാക്കി തരാം. ജർമ്മനല്ലയോ, വലിയ പോപ്പുലർ ഡയലോഗ്സ് ആണ്. അപ്പോൾ എവിടെയാടാ വണ്ടി എവിടെ കിടക്കുന്നു, നമ്മൾ പറയുന്ന ഇത് അവിടെ കിടക്കുന്നു. ഓ എന്നാടാ കുടയൊന്നും ഇല്ലേ, രണ്ടുപേരുടെ പേര് എന്നാടാ ഒരു ചുറ്റുകളി. പിന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് എത്രയാടാ മക്കള്. അപ്പോൾ ഞാൻ പറഞ്ഞു 2. അവന് എന്നാടാ നിനക്കായില്ലേ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞേ ഈ ഷോട്ട് എടുക്കുന്നത് ഞാൻ ജോത്സാനോട് സാറേ ഇത്രയും നല്ലൊരു മനുഷ്യനെ കൊലയ്ക്ക് കൂട്ടുകാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ട് പോയി അഭിനയിക്കണേ. അത്രയും ഒരു നല്ലൊരു കാണുമ്പോഴും ഇവരുടെ വിശേഷമാണല്ലോ ചോദിക്കുന്നത്. കൊല്ലാൻ വന്നാണെന്ന് അരയിൽ എന്നാടാ എന്ന് ചോദിക്കുന്നുണ്ട്, എന്നാടാ ഒരു പരിഭ്രമം എന്നും ചോദിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി കൊല്ലാനാണെന്ന്. ഈ സജീട്ടൻ ലൊക്കേഷനിൽ പോകുന്ന സമയത്തൊക്കെ ഈ ഹീറോ പടങ്ങളുടെ ലൊക്കേഷനിലല്ലേ കൂടുതലും പോയിട്ടുള്ളത് അല്ലേ? കൂടുതലും മദ്രാസ് ഏറ്റവും കൂടുതൽ ഉദയ സ്റ്റുഡിയോയിലൊക്കെ നമ്മളിങ്ങനെ
ഈ ദിവസം എണ്ണി ഇരുന്നിട്ട് ഇത് എങ്ങനെയായിരുന്നു കഴിഞ്ഞിട്ടൊക്കെ പോയാൽ. അപ്പൊ ജനാർദ്ദനെ കണ്ടിട്ടില്ലേ? പിന്നെ ജനാർദ്ദന ഈ ഭക്ഷണപ്രിയനാണെന്ന് പറഞ്ഞു അദ്ദേഹം. വീട്ടിലൊക്കെ വരുമ്പോൾ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് അല്ല, കഴിച്ചത്? ഡാഡിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ ഈ തീയല്, തോരൻ, ചക്കക്കുരു. പിന്നെ സോമേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്, പരിപ്പുവട. പരിപ്പുവട അത് ഡ്രൈവ് ചെയ്ത് പോയാലും അറിയാം, വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന പെട്ടെന്ന് സെൻസ് ചെയ്യും. ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഇതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് കാറിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുമ്പോൾ എന്നെ വിളിക്കടാ, നിന്നെ ചെങ്ങന്നൂർ ഇറക്കാമെന്ന് പറയും. ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കും. അപ്പോൾ കൊട്ടാരക്കര റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ കൊട്ടാരക്കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, പഴയ ബ്രിഡ്ജാണ്, ഇപ്പോഴത്തെ അല്ല, ഒരു വളവും ആ വളവിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ കർശനമായിട്ട് നിർത്തിയിരിക്കും. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അവിടെ വടയിടുന്ന സമയത്തിനനുസരിച്ച് ഇവിടുത്തെ വണ്ടി എടുത്ത് പോകും. അവിടെ നിർത്തി വട കഴിക്കാതെ പോകത്തില്ല. വട ബെസ്റ്റ് വട കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അവിടെ കയറും. ഈ തീയലിൻ്റെ ഉള്ളിത്തീയലിൻ്റെ കാര്യം, ഒരു ദിവസം ഇതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് പകല് വരിക. ഞങ്ങൾ വന്ന് എനിക്ക് തോന്നുന്നു നിലമേലൊക്കെ കഴിഞ്ഞിട്ട് ഈ റോഡിങ്ങനെ വെട്ടി ഇപ്പം പിന്നീട് ഉണ്ടാക്കിയൊരു സ്ഥലം. അപ്പോൾ അവിടെ പെട്ടെന്ന് ചവിട്ടി നിർത്തി. നോക്കിയപ്പോൾ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സൈഡിലേക്ക് പോയപ്പോൾ ഒരു കശുമാവ് ഇങ്ങനെ കൊലച്ച് കിടപ്പുണ്ട് റോഡിലേക്ക്. അതിൽ ഈ പച്ച അണ്ടി, അത് ഭയങ്കര തീര് പോയി അത് മുഴുവൻ ആ കൊലയോടെ പറിച്ച് കൊണ്ടുവന്നു. ആരുടെയോ കശുമാവാ. എടാ ഇത് തീയലിന് നല്ലത്, ഏറ്റവും ബെസ്റ്റാ. അത് പറിച്ച് കൊലയോടെ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി വിട്ടുപോയി. അടുത്തറിയാം, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. മസ്റ്റ് ആയിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതും കഞ്ഞിയും പയറും. നമുക്ക് സോമേട്ടനെ വെച്ച് വിളമ്പി കൊടുത്ത സജയേട്ടൻ്റെ അമ്മ, സോമേട്ടൻ്റെ ഭാര്യ നമ്മോട് 2 വാക്ക് സംസാരിക്കും. സോമേട്ടനെ പറ്റി പറയുവാണെങ്കിൽ, സോമേട്ടൻ്റെ ഷൂട്ടിംഗ് പോയി കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും സോമേട്ടൻ്റെ ഷൂട്ടിംഗ് ഇല്ലാതെ വരുവാണെങ്കിൽ അന്ന് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിലെ ഭക്ഷണമാണ് സോമേട്ടന് ഏറ്റവും ഇഷ്ടം. വെജിറ്റേറിയനാണ്. സോമേട്ടന് അവിയല്, സാമ്പാർ, തീയലൊക്കെയാണ് സോമേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ. പിന്നെ വന്നാലും ഷൂട്ടിംഗ് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഫാമിലിയെ സോമേട്ടൻ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമായിരുന്നു. മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരെ ബോർഡിങ്ങിലാക്കി ഞാൻ തന്നെ സോമേട്ടൻ്റെ കൂടെ പോയി തുടങ്ങി. ഓണമാണേലും സോമേട്ടനുണ്ടെങ്കിൽ 10 ദിവസത്തെ ഓണമാണ് ഇവിടെ. സോമേട്ടൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് സദ്യ എല്ലാം കൊടുത്ത് അങ്ങനെ ആയിരുന്നു. സോമേട്ടൻ ഒറ്റ മോനായതുകൊണ്ട് സോമേട്ടൻ്റെ ഫ്രണ്ട്സ് ഇല്ലാതെ സോമേട്ടന് പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് സോമേട്ടൻ പോകുന്നതിന്റെ ആ വർഷമാണേലും 10 ദിവസത്തെ ഓണം കഴിഞ്ഞാണ് സോമേട്ടന് ആ വർഷം പോയത്. സന്തോഷമായിരുന്നു സോമേട്ടൻ്റെ കൂടെ. എന്നോടൊന്നും നോ പറയത്തില്ല. എനിക്ക് പോകുന്ന സ്വാതന്ത്ര്യമായിരുന്നു എൻ്റെ ജീവിതത്തില്. വണ്ടിയാണെങ്കിലും ഡ്രൈവറാണെങ്കിലും എവിടെ വേണമെങ്കിലും പോകണം. പോകാത്തതിനെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കാര്യത്തിനും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങനെ ഈ മറ്റുള്ള വീട്ടിലെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വഴക്ക്. ഞാൻ വളരെ ചെറുതിലെ സോമേട്ടൻ്റെ കൂടെ വന്നതാണ്. ആ സ്നേഹം സോമേട്ടൻ പോകുന്നിടം വരെ ഉണ്ടായിരുന്നു.